ആക്ച്വലി ഇതാണ് നമ്മളെ CMF Phone 2 Pro. നമുക്ക് പ്രോസസ്സ് തുടങ്ങാം. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോക്സിനകത്ത് ഔട്ട് ഓഫ് ദി ബോക്സ് അവർ ഒരു 33 വാട്ട്സിൻ്റെ ഒരു പവർ അഡാപ്റ്ററും ഒരു ട്രാൻസ്പെറൻറ്റ് കേസും തരുന്നുണ്ട്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോൺ നോക്കുന്ന എല്ലാവർക്കും കേൾക്കുമ്പോഴത്തേക്ക് ഒരു സുഖമുള്ള പരിപാടിയാണ്. ഒന്നുമില്ലെങ്കിൽ അവന്മാർ നമുക്ക് തരണുണ്ടല്ലോ അഡാപ്റ്റർ. പിന്നെ ഇതിൻ്റെ കൂടെ പറയാൻ പറ്റുന്ന കാര്യമാണ് അവരതിനകത്ത് IP54 സ്പ്ലാഷ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. IP54 സ്പ്ലാഷ് പ്രൊട്ടക്ഷനാണ്. അതായത് വെറുതെ വെള്ളം ഇറ്റിറ്റ് അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്തൊക്കെ കൊടുത്താൽ അത് ഓക്കെയാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ പേരിന്. അല്ലാതെ ആരും അതുകൊണ്ട് മഴയത്തോ അല്ലെങ്കിൽ വെള്ളം നനയ്ക്കാൻ പോലും നിൽക്കണ്ട. ഫോൺ വേണമെങ്കിൽ അതേപോലെ നമ്മളെ നോർമൽ ഇതൊന്നും ഇല്ലാത്ത ഫോൺ ഉപയോഗിക്കും പോലെ ഉപയോഗിക്കാനാണ് ഏറ്റവും ബെറ്റർ. സ്പ്ലാഷ് പ്രൊട്ടക്ഷനൊക്കെ ചുമ്മാ അവന്മാർ പറഞ്ഞു കയറ്റും. അതുകൊണ്ട് എനിക്കതിനകത്ത് വലിയ സംഭവമായിട്ടും തോന്നിയിട്ടില്ല, തള്ളാണെന്നാണ് തോന്നുന്നത്. പോയിന്റ് നമ്പർ 3, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കിടില സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ഒരു പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇത് ഒരു ബെറ്റർ ഓപ്ഷനാണ്. കാരണം നേരത്തെ മോട്ടോറോളയും ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിനെക്കാട്ടിയെല്ലാം ബെറ്റർ നത്തിങ് OS ആണ്. നത്തിങ് OS 3 ആണ് ഇതിനകത്ത് പറഞ്ഞത്. ആക്ച്വലി നമ്മളിതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ പ്രൈസ് പോയിന്റ് ആണ്. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് 128GB ഇൻ്റർണൽ സ്റ്റോറേജ് 8GB റാം പറഞ്ഞ വേരിയൻറ്റിന് ഉള്ള പ്രൈസ് കാർഡ് ഓഫറും പോയി ഫ്ലിപ്കാർട്ടിലുള്ള ഇന്നത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 17,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് കണക്കാക്കിയാണ് നമ്മളിതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം പറയണത്. പിന്നെ ഞാൻ ആരെയും ഒരിക്കലും 128GB എടുക്കുകയെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ 128GB ഒരുപാട് ഔട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും 128GB സ്റ്റോറേജുള്ള ഫോണാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റോറേജ് ഫ്രീ സ്പേസ് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പലരേലും 5GB 2GB 8GB ഇത്രയൊക്കെ ഫ്രീ സ്പേസുകൾ ഒരു 2-3 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ